ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്തേ. നമ്മൾ വാൽമീകി രാമായണത്തിൽ രാമൻ്റെ അയനം കേട്ടുകൊണ്ടിരിക്കുകയാണ്, പ്രഭാഷണമായും പാരായണമായും. അതിലിപ്പോൾ നമ്മൾ സുന്ദരകാന്ഡത്തിൽ എത്തിച്ചേർന്ന് നിൽക്കുകയാണ്. ബാലകാന്ഡത്തിൽ തൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസമെല്ലാം പൂർത്തിയാക്കിയ ശ്രീരാമചന്ദ്രൻ വിവാഹശേഷം തനിക്ക് നേരിടേണ്ടി വന്ന പ്രതിബന്ധങ്ങൾ തരണം ചെയ്യാനുള്ള മാർഗങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് നീങ്ങുന്നതാണ് നമ്മൾ കണ്ടത്. ഒരു മനുഷ്യജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ വിവരിക്കുന്നത്. ഓരോരുത്തരും ശ്രീരാമചന്ദ്രനായും സ്വയം അംഗീകരിച്ച് കഥ കേൾക്കുമ്പോഴാണ് ഈ കഥയ്ക്ക് കൂടുതൽ മൂല്യം കൈവരുന്നത്. വെറുതെ കിടന്നുറങ്ങിയാൽ മാത്രം പോരാ, ഉണ്ടുറങ്ങിയാൽ മാത്രം പോരാ, തൻ്റെ വിശപ്പും ദാഹവുമൊക്കെ നിയന്ത്രിക്കാൻ പഠിക്കണം എന്നുള്ള ബല അതിബല എന്ന മന്ത്രോപദേശത്തോടുകൂടെ വിശ്വത്തിൻ്റെ മിത്രമായ വിശ്വാമിത്രൻ പറഞ്ഞു തുടങ്ങുന്നതും തുടർന്ന് കാമങ്ങളെ ദഹിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നതും അഹങ്കാരത്തിനെ നശിപ്പിക്കാൻ അത്ര പെട്ടെന്ന് കഴിയില്ല എന്നുള്ള വാക്കുകൾ മനസ്സിലാക്കുന്നതും തുടർ വിദ്യാഭ്യാസത്തിലൂടെ ബ്രഹ്മവിദ്യ, അതായത് തൻ്റെ ജീവിതത്തിന് വേണ്ടതായ മൂല്യങ്ങൾ പഠിപ്പിലൂടെ നേടുക, അതിനുശേഷം മാത്രമേ തൻ്റെ പഠനം പൂർത്തിയാകുന്നുള്ളൂ. ജീവിതകാലം മുഴുവൻ പഠിക്കണമെന്നാലും ഒരു ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് പഠനം പൂർത്തിയാക്കണം. എന്നാലേ മുന്നിൽ വരുന്ന തടസ്സങ്ങളെ നീക്കം ചെയ്യുവാൻ ഒറ്റയ്ക്ക് കഴിയൂ എന്ന് മനസ്സിലാക്കി തരികയാണ് ബാലകാന്ഡത്തിലൂടെയും. തുടർന്ന് അയോധ്യാകാന്ഡത്തിൽ കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളും ബന്ധുക്കൾ എല്ലാവരെയും വിട്ട് അന്യദേശഗമനത്തിന് ഇവിടെ വനത്തിലേക്ക് ഇറങ്ങുന്ന ശ്രീരാമചന്ദ്രനെയുമാണ് നമ്മൾ കാണുന്നത്. കൂടുതൽ കഠിനതരമായ അനുഭവങ്ങൾ വനത്തിലുണ്ടാകുമ്പോൾ ഒരുപാട് രാക്ഷസന്മാരുടെ ഉപദ്രവം കിട്ടുമെങ്കിലും അതുപോലെ സത്സംഗങ്ങളും സ്വീകരിച്ചുകൊണ്ട് ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് അഹങ്കാരമായി വന്ന രാവണൻ സീതയെ തട്ടിക്കൊണ്ടു പോകുന്നത്. സീതയെ അന്വേഷിച്ചുള്ള, ബ്രഹ്മവിദ്യയെ അന്വേഷിച്ചുള്ള ഒരു മനുഷ്യൻ്റെ യാത്രയാണ് തുടർന്ന് കാണിക്കുന്നത്. അരണ്യകാന്ഡത്തിൽ ശ്രീരാമചന്ദ്രൻ അന്വേഷിച്ച് നടക്കുന്നു. തൻ്റെ ബുദ്ധിയും ശക്തിയും ഉപേക്ഷിച്ച് അന്വേഷിച്ച് നടക്കുമ്പോൾ പല ആചാര്യന്മാരെയും കിട്ടുന്നു, ഉപദേശങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് നിൽക്കുന്നു. അങ്ങനെയാണ് വാനരസംഘത്തിന് മുന്നിലെത്തുന്നത്. സജ്ജനങ്ങളുടെ ഒരു കൂട്ടം തന്നെ അവിടെ കൂടുന്നു. അവരുടെ ദുഃഖങ്ങൾ ബാലീന്ദ്രഗ്രഹത്തിലൂടെ പരിഹരിച്ചു കൊടുത്ത് സുഗ്രീവനെ രാജാവായി വാഴിക്കുന്നു. എന്നാൽ ഈ നല്ലവരായ എല്ലാവരും തങ്ങളുടെ ജീവിതത്തിൽ വിദ്യയെ നേടുവാൻ, ആത്മജ്ഞാനം ലഭിക്കുവാൻ, ബ്രഹ്മത്തെ അറിയുവാനായി അന്വേഷിച്ച് നടക്കുമ്പോൾ ചിലർ തെക്ക് ദിക്കിലേക്ക്, ചിലർ പടിഞ്ഞാറ് ദിക്കിലേക്ക്, ചിലർ കിഴക്ക് ദിക്കിലേക്ക്, ചിലർ വടക്ക് ദിക്കിലേക്കൊക്കെ യാത്രയാകുന്നു. ഇതിൽ തെക്ക് ദിക്കിലാണ് ലങ്ക എന്നറിഞ്ഞിട്ടും വടക്ക് ദിക്കിലേക്കും പടിഞ്ഞാറ് ദിക്കിലേക്കും കിഴക്ക് ദിക്കിലേക്കും ഒക്കെ യാത്ര ഇരിക്കുന്നത് എന്താണ് വെളിപ്പെടുത്തുന്നത് എന്ന് വെച്ചാൽ, ഈശ്വരനെ എങ്ങനെ ഉപാസിക്കണം എന്ന് അറിയാമെങ്കിലും നമ്മൾ പല തീർത്ഥസ്നാനങ്ങളിലും പല ക്ഷേത്രങ്ങളിലും ഈശ്വരനെ അന്വേഷിച്ച് നടക്കുന്ന ഒരു ജീവൻ്റെ യാത്രയാണ് കാണിക്കുന്നത്. അങ്ങനെ ശരിയായ ദിശയിൽ ഈശ്വരനെ അന്വേഷിച്ചാൽ പോലും തെക്ക് ദിശയിൽ പോയ വാനരെല്ലാവരും
പോയെങ്കിലും അതിൽ ചിലപ്പോൾ ഒരാൾക്ക് മാത്രമേ ആ ഈശ്വരപ്രാപ്തിയിലെത്താൻ കഴിയൂ, ബ്രഹ്മവിദ്യയെ തിരിച്ചറിയാൻ കഴിയൂ എന്നുള്ളതാണ് ശ്രീ ഹനുമാന്റെ സമുദ്രതരണം കൊണ്ട് കാണിക്കുന്നത്. ജീവിതസാഗരത്തെ നീന്തി കടന്ന് അപ്പുറത്ത് കയറുന്നതാണ് സമുദ്രതരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹനുമാൻ ഒറ്റച്ചാട്ടത്തിന് ആ ജീവിതസാഗരത്തെ, സംസാരസാഗരത്തെ തരണം ചെയ്യുന്നതാണ് ഇവിടെ വിവരിക്കുന്നത്. സുന്ദരകാന്ഡത്തിൽ ഒരു ജീവൻ്റെ ഏറ്റവും ഉത്തമമായ അനുഭവം എന്ന് പറയുന്നത് ആ ബ്രഹ്മത്തെ കാണുക എന്നുള്ളതാണ് ധ്യാനത്തിലൂടെ. അതാണ് ജീവിത ലക്ഷ്യം. ആ സുന്ദരമായ അനുഭവം വിവരിക്കുന്ന ആ കാണ്ഡത്തെ സുന്ദരകാന്ഡം എന്ന് പറയുന്നു. ഹനുമാൻ രാവണനാൽ അപഹരിക്കപ്പെട്ട സീതയെ തേടാൻ ഒരുങ്ങി. ദുഷ്കരവും നിസ്തുലവുമായ കർമ്മം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വാനരൻ കഴുത്തും തലയും ഉയർത്തി ഒരു മഹാനായ ഒരു വൃഷഭത്തെ പോലെ തിളങ്ങി. സ്വന്തം അച്ഛനായ വായുഭഗവാനെ നനച്ചുകൊണ്ട് കിഴക്കോട്ട് കൈകൾ കൂപ്പി കവീന്ദ്രൻ തെക്കു ദിക്കിലേക്ക് പോകാനായി വളർന്നു. രാമപ്രയോജനത്തിനു വേണ്ടി ചാടാനുറച്ച് വാനരന്മാർ നോക്കി നിൽക്കേ വാവിനാൽ കടലിലെന്ന പോലെ മാരുതി വലുതായി. അളക്കാനാവാത്ത മെയ് പൂണ്ട് കടൽ ചടങ്ങുന്ന അവൻ കൈകൾ കൊണ്ടും കാലുകൾ കൊണ്ടും പർവ്വതത്തെ അമർത്തി മഹേന്ദ്ര പർവ്വതത്തിന് മുകളിലേക്ക് പതുക്കെ പതുക്കെ കയറിക്കൊണ്ടിരുന്നു. ആ പർവ്വതത്തിലുണ്ടായിരുന്ന വിഷഹാരങ്ങളായ ഔഷധങ്ങൾ പോലും പാമ്പുകളുടെ വിഷം ശമിപ്പിക്കുവാൻ ശക്തങ്ങളായിരുന്നില്ല. ഭൂതങ്ങൾ ഭൂമിയെ പിളർക്കുന്നു എന്ന് കരുതി പേടുകൊണ്ട തപസ്സുകളായ വിദ്യാധരന്മാർ ഭാര്യമാരോടൊത്ത് മേൽപോട്ടുയർന്നു. ഓരോ ചുവടിലും പ്രകമ്പനം കൊള്ളുകയായിരുന്നു ആ പർവ്വതം, മഹേന്ദ്രപർവ്വതം. പർവ്വതത്തിലും മാരതപുത്രനും മഹാവേഗനുമായ ഹനുമാൻ വരുണാലയമായ സമുദ്രത്തെ തരണം ചെയ്യുവാൻ ഒരുങ്ങുന്നു എന്ന് പവിത്രാത്മാക്കളായ ഋഷിമാർ വാനത്തിൽ നിലകൊണ്ടുകൊണ്ട് അദ്ദേഹത്തെ ആശംസിച്ചു. രാമനും വാനരന്മാർക്കും വേണ്ടി ദുഷ്കരകർമാൻ സാധിക്കാൻ ദുഷ്പ്രാപ്യമായ സമുദ്രതരണത്തിന് തുനിയുന്ന ഹനുമാനെ എല്ലാവരും അനുഗ്രഹിച്ചു. കരുത്തനായ കവീന്ദ്രൻ ചാടാനായി കാലു കൂർപ്പിച്ച് വാനരന്മാരോട് ഈ വിധം പറഞ്ഞു: രാമനെയ്ത വായുസമമായ ശരം പോലെ ഞാൻ രാവണപാലിതമായ ലങ്കയിൽ ചെന്നെത്തും. രാമബാണത്തിന് മറുപടിയില്ല. ലങ്കയിൽ സീതയെ കണ്ടു കിട്ടാത്ത പക്ഷം അതേ വേഗത്തിൽ ഞാൻ ദേവലോകത്തേക്ക് പോകും. ശ്രമിച്ചിട്ടും സീതയെ ലോകത്തേകത്തിൽ കാണാമെങ്കിൽ രാക്ഷസരാജനായ രാവണനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരും. എങ്ങനെയും കാര്യം സാധിച്ച് സീതയെയും കൊണ്ടുവരും, അല്ലെങ്കിൽ രാവണനോടുകൂടി ലങ്കയെ പറിച്ചെടുത്തു കൊണ്ടുവരും. ഇങ്ങനെ പറഞ്ഞ് വാനരോത്തമനായ ഹനുമാൻ അതിവേഗം നിശ്ചിന്തം മേലോട്ട് കുതിച്ചു. ആ കവീന്ദ്രൻ തന്നെ ഗരുഡനെ പോലെ കരുതി അതിവേഗത്തിൽ കുതിക്കെ ആ വേഗത്താൽ ചുറ്റുമുള്ള ഗിരിതൂണുകളെല്ലാം കൊമ്പുകളൊക്കെ ഒതുക്കി മേൽപോട്ട് ചാടി. മത്താർന്ന നീർക്കോഴികൾ പാർക്കുന്ന പൂമരങ്ങളെ വേഗം കൊണ്ട് മേലോട്ട് വലിച്ചുകൊണ്ട് വിമലമായ ആകാശത്തിലെത്തി. മരങ്ങൾ ദൂരയാത്രയ്ക്ക് പോകുന്ന ബന്ധുക്കളെ എന്ന പോലെ തെല്ലിട പിന്തുടർന്നു ആടി. ഊരുവേഗം കൊണ്ട് പുഴുങ്ങിപ്പൊങ്ങിയ സാലാദി നെൽമരങ്ങൾ സേന അരജനെ എന്ന പോലെ ഹനുമാനെ അനുഗമിച്ചു. വായുമാർഗത്തിലൂടെ പായുന്ന അവൻ്റെ മിന്നലിൽ പാറുന്ന കണ്ണുകൾ പർവ്വതങ്ങളിലെ രണ്ട് നെരിപ്പൂക്കൾ പോലെ നന്നായി തിളങ്ങി. വടക്ക് നിന്ന് പുറപ്പെടുന്ന കൊള്ളിമീൻ വാലോടുകൂടി കാണപ്പെടും പോലെ കാണപ്പെട്ടു. പെരുങ്കടലിൽ മേരുമന്ദിരങ്ങൾ പോലെ പൊങ്ങുന്ന അലകളെ എണ്ണിക്കൊണ്ടെന്ന പോലെ വേഗവാനായ ഹനുമാൻ കടന്നുപോയി. അവൻ്റെ വേഗം കൊണ്ട് വാനിലേക്കുയർന്ന ജലം കാർമുകിലും ചേർന്ന് ആകാശത്തിൽ ശരത്കാല മേഘം പോലെ ശോഭിച്ചു. മഹാകായനും അതിതേജസ്വിയുമായ ആ മഹാകവി നിരാലംബമായ വ്യോമമാർഗത്തിൽ ചിറകുള്ള പർവ്വതം പോലെ വിലസി. വേഗേനവ എന്ന വാനരനെ കണ്ട് സന്തോഷം പൂണ്ട ദേവഗന്ധർവചാരണന്മാർ
പൂമഴ പൊഴിച്ചു. രാമകാര്യാർത്ഥ സിദ്ധിക്കായി പായുന്ന അവനെ സൂര്യൻ ചൂടേൽപ്പിച്ചില്ല. വായു ശുശ്രൂഷ ചെയ്തു. വാനിലൂടെ പായുന്ന അവനെ ഋഷികൾ കീർത്തിച്ചു. വാനരനെ വാഴ്ത്തിക്കൊണ്ട് ദേവഗന്ധർവന്മാർ പാടി. അക്ഷീണനായ കവിയെ പെട്ടെന്ന് കണ്ട് നാഗങ്ങളും രക്ഷസുകളും സ്തോത്രം ചെയ്തു. ഇക്ഷ്വാകു കുലത്തെ മാനിക്കുന്ന സാഗരം നനച്ചു. വാനവേന്ദ്രനായ ഹനുമാന് ഞാൻ സഹായം ചെയ്യാമെങ്കിൽ പറയുന്നവർക്ക് എന്നെ പഴിക്കും. ഇക്ഷ്വാകുനാഥനായ സഗരനാൽ വളർത്തപ്പെട്ടവനാണ് ഞാൻ. അവൻ ഇക്ഷ്വാകു സജീവനും അവന് തളർച്ചയേതും പറ്റരുത്. കവിക്ക് വിശ്രമം ആവശ്യമാണ്. ഇങ്ങനെയുള്ള ശുഭചിന്തയോടെ സമുദ്രത്തിൻ്റെ നിർദ്ദേശപ്രകാരം മൈനാകപർവ്വതം മുകളിലേക്കുയർന്നു വന്നു. സമുദ്രജലം പിളർന്ന് മുകിൽമാല പിളർന്ന് ചണ്ഡകിരണനായ കതിരോൻ എന്ന പോലെ മൈനാകപർവ്വതം പൊങ്ങി വന്നു. സാഗരത്തിൻ്റെ ആജ്ഞയാൽ സലിലാവൃതനായ ആ മഹാത്മാവ് അല്പനേരം കൊണ്ട് കൊടുമുടികൾ പുറത്തു കാണിച്ചു. കിന്നര മഹോരകങ്ങൾ വാഴുന്നവയും പൊന്മയങ്ങളുമായ കൊടുമുടികൾ മാനം മുട്ടി ഉദയസൂര്യൻ്റെ കിരണങ്ങൾ ഏറ്റുവാങ്ങി വിളങ്ങി. ഏറെ പൊങ്ങി അതിനെ അതിവേഗനായ മാരുവാൻ വാനരൻ മുകിലിനെ മാരുതനെന്ന പോലെ മറുകൈ കൊണ്ട് തട്ടി വീഴ്ത്തി. അങ്ങനെ കവിയാൽ വീഴിക്ക് അവൻ്റെ വേഗം മനസ്സിലാക്കിയ പർവ്വതോത്തമൻ ആനന്ദമാർന്നു ആർത്തു വിളിച്ചു. ആകാശസ്ഥിതനായ കവിയോട് ആകാശത്തിൽ നിന്നും പ്രീതനായ സന്തോഷത്തോടെ പർവ്വതം മാനുഷ്യവേഷം കൊണ്ട് സ്വശിഖരത്തിൽ നിലയുറപ്പിച്ചു പറഞ്ഞു: വാനരോത്തമ, നീ ചെയ്തത് ദുഷ്കരമായ കാര്യമാണ്. എൻ്റെ കൊടുമുടികളിൽ വന്നിരുന്ന് വിശ്രമിച്ചിട്ട് പോയാലും രാഘവകുലത്തിൽ പിറന്നവരാൽ വർത്തിക്കപ്പെട്ടവനാണ് ഞാൻ. രാമഹിതത്തിലേർപ്പെട്ട അങ്ങയെ സാഗരം പ്രതിപൂജിക്കുന്നു. പ്രത്യുപകാരം ചെയ്യുക എന്നതാണല്ലോ സനാതനധർമ്മം. പ്രത്യുപകാരത്തിനൊരുങ്ങുന്ന ഇവനെ അങ്ങ് മാനിക്കണം. ബഹുമാനം കൊണ്ട് അങ്ങയ്ക്ക് വേണ്ടി അവനാൽ അയക്കപ്പെട്ടവനാണ് ഞാൻ. ഈ വാനരൻ 100 യോജന ചാടുവാൻ ഒരുങ്ങിയവനാണ്. വാനിൽ വാഴുന്ന അവനിൽ വിശ്രമിച്ചിട്ട് ബാക്കി ദൂരം പോകട്ടെ എന്നവർ എന്നെ നിയോഗിച്ചു. വാനരോത്തമ, നിൽക്കൂ, എന്നിൽ വിശ്രമിച്ചിട്ട് പോകാം. ഇങ്ങനെ പറഞ്ഞ പർവ്വതശ്രേഷ്ഠനോട് കവിശ്രേഷ്ഠൻ പറഞ്ഞു: ഞാൻ പ്രീതനായിരിക്കുന്നു, ആതിഥ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു. കുണ്ഠിതം കൈവിട്ടാലും കാര്യകാലം എന്നെ ബന്ധപ്പെടുത്തുന്നു. പകൽ തീരാറായി, ഇടയ്ക്കെന്നും തങ്ങുകയില്ല എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പർവ്വതത്തെ കൈകൊണ്ട് തലോടിക്കൊണ്ട് കവീന്ദ്രൻ വാനിലേറി ചിരിച്ചുകൊണ്ട് പാഞ്ഞുപോയി. കാഞ്ചനശൃംഗമായ പർവ്വതത്തിൻ്റെ പ്രവൃത്തി കണ്ട് അവിടെ ഉണ്ടായിരുന്ന ദേവന്മാരും സഹസ്രാക്ഷനും സന്തുഷ്ടരായി. സന്തോഷം കൊണ്ട് തൊണ്ടയിടറിക്കൊണ്ട് ബുദ്ധിമാനായ ശചീപതി സ്വന്തം കനകശൃംഗനായ പർവ്വതത്തോട് പറഞ്ഞു: ഹി ഗിരിശിരണ്യശൃംഗ ശൈലേന്ദ്ര, ഞാൻ നിന്നിൽ തികച്ചും പ്രീതനായിരിക്കുന്നു. ദേവപാതയായ ശതകൃത് സന്തോഷിച്ചുകൊണ്ട് പർവ്വതശ്രേഷ്ഠന് അത്യന്തം സന്തോഷമുണ്ടായി. അനന്തരം ഗന്ധർവന്മാരും സിദ്ധന്മാരും പരമർഷികളും സൂര്യസദൃശിയും നാഗമാതാവുമായ സുരസയോട് പറഞ്ഞു: ഈ മാരതപുത്രൻ ഹനുമാൻ ഇതാ കടലിന്മീത് ചാടുന്നു. അവന് അല്പനേരം വഴിമുടക്കുക. ഭയങ്കരവും പർവ്വതുല്യമായ രാക്ഷസരൂപം കൊണ്ട് കരാള ദംഷ്ടകളോടും മഞ്ഞ കണ്ണുകളോടും മാനം മുട്ടുന്ന വായോടും കൂടി അവനെ തടയുക. അവൻ്റെ ബലവും പരാക്രമവും അറിയാനാഗ്രഹിക്കുന്നു. അവൻ ലങ്കയിൽ ജയിക്കുമോ, നിന്നെ ജയിക്കുമോ, അതറിയണം. ദേവന്മാരാൽ ഇപ്രകാരം പറയപ്പെട്ട സുരസ വികൃത രൂപം ധരിച്ചുകൊണ്ട് സമുദ്രത്തിൽ നിന്നുകൊണ്ട് ഹനുമാനെ തടഞ്ഞു. എനിക്ക് ബ്രഹ്മാവ് തന്ന വരമാണിത്. ഇതിലേ പോകുന്ന ആരെയും എനിക്ക് ആഹാരമായി സ്വീകരിക്കാം. എൻ്റെ വായിൽ നീ പ്രവേശിക്കണം. സുരസ വായ പിളർന്ന് നിന്നു. ദശരഥപുത്രനായ രാമൻ സോദരനായ ലക്ഷ്മണനോടും ഭാര്യയായ സീതയോടും കൂടി ദണ്ഡകാരണ്യത്തിൽ പ്രവേശിച്ചു. രാക്ഷസരുമായ ബദ്ധവൈരിയായ രാമൻ മറ്റു കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കെ അദ്ദേഹത്തിൻ്റെ പുകൾപെറ്റ പത്നിയെ സീത രാവണനാൽ അപഹരിക്കപ്പെട്ടു. രാമാജ്ഞ അനുസരിച്ച് ദൂതനായ ഞാൻ സീതയുടെ അടുത്തേക്ക് പോവുകയാണ്. എനിക്ക് രാമകാര്യം സാധിച്ചതിന് ശേഷം നിന്റെ വായിൽ പ്രവേശിച്ചുകൊള്ളാം. എനിക്ക് അതുവരെ സമയം തരണം. ഞാൻ സത്യമായും പ്രതിജ്ഞ ചെയ്യുന്നു, രാമകാര്യശേഷം ഞാൻ നിന്റെ ആഹാരമായിക്കൊള്ളാം. ഹനുമാൻ ഇങ്ങനെ ചൊൽകെ കാമദ്രൂപണിയായ സുരസ പറഞ്ഞു: ആരും എന്നെ മറികടന്നു പോകാറില്ല. ഇതെൻ്റെ വരമാണ്. ഇപ്പോൾ എൻ്റെ വായിൽ പ്രവേശിച്ചിട്ട് പോകാം. വാനരോത്തമ,
ഇതെനിക്ക് പണ്ട് ബ്രഹ്മാവരുളിയ വരമാണ്. ഇത് പറഞ്ഞ് അവൾ വലുതായി വായ പിളർന്നു. സുരസ ഇങ്ങനെ പറഞ്ഞപ്പോൾ കോപം പൂണ്ട ഖമീന്ദ്രൻ, എന്നാൽ നിന്റെ വായ പൊളിക്കുക എന്ന് പറഞ്ഞ് 10 യോജന പൊക്കവും 10 യോജന വണ്ണവുമുള്ളവനായി തീർന്നു. സുരസ തൻ്റെ വായ് 20 യോജന വിസ്താരമുള്ളതാക്കി. ഹനുമാൻ അപ്പോൾ 30 യോജന പൊക്കമുള്ളവനായി. സുരസ തൻ്റെ വായ 40 യോജന വിസ്തൃതമാക്കി. ഹനുമാൻ 50 യോജനയാക്കിയപ്പോൾ സുരസ 60 യോജനയാക്കി. ഹനുമാൻ 70 യോജനയാക്കിയപ്പോൾ സുരസ 80 യോജനയാക്കി. അഗ്നിതുല്യനായ ഹനുമാൻ 90 യോജന പൊക്കമാക്കിയപ്പോൾ സുരസ 100 യോജനയാക്കി. ഇത് കണ്ട് ബുദ്ധിമാനായ ഹനുമാൻ മുകിലിനെ പോലെ തൻ്റെ ശരീരം പെരുവിരലോളം ചെറുതാക്കി അവൻ അവളുടെ വായിൽ പ്രവേശിച്ച് പുറത്തുചാടി. ആകാശത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ദക്ഷപുത്രി, നിനക്ക് നമസ്കാരം. ഞാൻ നിന്റെ വായിൽ പ്രവേശിച്ചു. സീതയുടെ അടുത്തേക്ക് ഞാനിതാ പോകുന്നു. നിന്റെ വരവും സത്യമായി തീർന്നു. രാഹുവിൻ്റെ വായിൽ കടന്ന ചന്ദ്രൻ എന്ന പോലെ തൻ്റെ വായിൽ നിന്ന് പുറത്തു കിടന്ന വാനരനെ കണ്ട് സ്വന്തം രൂപം ധരിച്ചുകൊണ്ട് സുരസാദേവി പറഞ്ഞു, സൗമ്യ, കാര്യം നേടാൻ യഥാസുഖം പോയാലും മഹാത്മാവായ രാമനോട് സീതയെ ചേർത്തുക. ചാടുന്ന ഹനുമാനെ കണ്ട് സിംഹിക എന്ന കാമരൂപിണിയും പെരുത്ത രൂപമാർന്നവളുമായ രാക്ഷസി മനസ്സാ നനച്ചു. നെടുനാളായി എനിക്ക് വല്ലതും കഴിക്കാം. അവൻ്റെ നിഴലിൽ പിടിച്ച് പതുക്കെ വലിച്ചു. ബുദ്ധിമാനായ കവി അവൾ സിംഹിയാണെന്നറിഞ്ഞ് മഴക്കാലത്തെ മഴക്കാർ പോലെ വലിയ ശരീരത്തോടു കൂടിയുള്ളവനായി തീർന്നു. വലിയ വാനരൻ്റെ പെരുകുന്ന ശരീരം കണ്ട് അവൾ തൻ്റെ വായ പൊത്തി പാതാളത്തെ ആകാശം പോലെ വിസ്തൃതമാക്കി. കൊണ്ടൽ പോലെ അരളിക്കൊണ്ട് അവൾ കവിയോട് പാഞ്ഞെടുത്തു. തങ്ങളുടെ വികൃതമായ പെരിയ വായും ശരീരത്തിൻ്റെ വലിപ്പവും മർമ്മങ്ങളും അവൻ കണ്ടു. വജ്രഘടനായ വാനരൻ തൻ്റെ ശരീരം ചെറുതാക്കി അവളുടെ വികൃതമായ വായിൽ പ്രവേശിച്ചു. പൗർണമിയിൽ രാഹുവിനാൽ ഗ്രസിക്കപ്പെടുന്ന ചന്ദ്രനെ പോലെ അവളുടെ വായിൽ താഴുന്ന അവനെ സിദ്ധചാരണന്മാർ കണ്ടു. എന്നിട്ട് അവളുടെ മർമ്മങ്ങൾ കൂർത്തുമുർത്ത നഖങ്ങൾ കൊണ്ട് മാന്തിക്കീറിയെടുത്തുകൊണ്ട് മനോവേഗത്തിൽ മേൽപോട്ട് ചാടി. ദൈവാധീനം കൊണ്ടും ധൈര്യം കൊണ്ടും സാമർഥ്യം കൊണ്ടും അവളെ വീഴ്ത്തിയിട്ട് കരുത്തനായ കവി വേഗം വലുതായി. ഹനുമാൻ നെഞ്ച് ചീന്തിയെടുക്കയാൽ ആർത്തയായ അവൾ വെള്ളത്തിൽ വീണു. അവളെ വീഴിക്കാൻ വേണ്ടിയാണ് ബ്രഹ്മാവ് ഹനുമാനെ സൃഷ്ടിച്ചത്. വാനരനാൽ കൊല്ലപ്പെട്ട സിംഹിക വീണത് കണ്ട് ആഹാസചാരികളായ ഭൂതങ്ങൾ അവനോട് പറഞ്ഞു, നീ ഇപ്പോൾ ചെയ്തത് കടുത്ത കാര്യമാണ്. നിന്നാൽ കൊല്ലപ്പെട്ടത് പെരുത്ത സത്വമാണ്. വാനരോത്തമ, ഉദ്ദിഷ്ടകാര്യം ശുഭമായി സാധിച്ചാലും ഏതാണ്ട് മറുകരയെത്തി ചുറ്റും നോക്കിയപ്പോൾ 100 യോജനയ്ക്കപ്പുറമുള്ള മരക്കൂട്ടങ്ങൾ അവൻ കണ്ടു. പലതരം മരങ്ങൾ തിങ്ങിയ ആ ദ്വീപും മലയപർവ്വതത്തിൻ്റെ ഉപവനങ്ങളും പറന്നുകൊണ്ടേ അവൻ കണ്ടു. കടലും കടൽ തീരവും തീരധരുക്കളും സാഗരപത്നികളുടെ മുഖങ്ങളും ആകാശം മുട്ടുമാർ വരുത്ത മുകിലിനത്ത് തന്നുടൽ കണ്ട് ബുദ്ധിമാനായ അവൻ കരുതി, എൻ്റെ ഉടൽ വലിപ്പവും വേഗവും കണ്ട് അരക്കർ എന്നിൽ കൗതുകം കൊണ്ടേക്കും. ഹനുമാൻ സ്വന്തം രൂപം വളരെ ചെറുതാക്കി സ്വന്തം രൂപത്തിൽ നിലകൊണ്ടു. ഹനുമാൻ എന്നിട്ട് കടൽ തീരത്തെത്തി മലമുകളിലുള്ള ലങ്ക നോക്കി ഹനുമാൻ തൻ്റെ പൂർവ്വരൂപം വെടിഞ്ഞ് മൃഗങ്ങളെയും പക്ഷികളെയും പേടിപ്പിച്ചുകൊണ്ട് ആ പർവ്വതത്തിലിറങ്ങി. ദാനവന്മാരും മൃഗങ്ങളും വാഴുന്നതും അലമാലകൾ തീർക്കുന്നതുമായ സമുദ്രത്തെ സ്വയത്നത്താൽ ചാടിക്കടന്ന് അവൻ വൻകടലിൻ്റെ തീരത്തെത്തി ലങ്കയെ അമരാവതിയെ എന്ന പോലെ കണ്ടു. അങ്ങനെ സമുദ്രം ചാടിക്കടന്ന് അപ്പുറത്തെത്തിയ ഹനുമാൻ ലങ്കാനഗരത്തെ വിജയിക്കുവാൻ, ലങ്കാ വിജയത്തിനായി രാത്രി എത്തുവാനായി കാത്തിരുന്നു. രാത്രി എത്തി കവാടത്തിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങിയ ഹനുമാനെ ലങ്കാശ്രീ തടയുകയും ഹനുമാന്റെ താടനത്താൽ ലങ്കാശ്രീ ബോധരഹിതയായി നിലം പതിക്കുകയും ചെയ്തു. തുടർന്ന് ലങ്കാശ്രീയുടെ അനുമതിയോടുകൂടി ഹനുമാൻ ലങ്കയിൽക്കുള്ളിലേക്ക് കടന്നു കയറുകയാണ്. ലങ്കാപുരി കണ്ട് ആ വീരൻ ചിന്തിച്ചു, ആയുധപാണികളായ രാവണ യോധര പാലിതമായ ഈ പുരത്ത് അന്യർക്ക് ബലേന ആക്രമിക്കാനാവുകയില്ല.
രാത്രിയിൽ വാതിൽക്കലൂടെയല്ലാതെ മതിൽ ചാടിക്കടന്ന് അദ്ദേഹം പുരത്തിൽ പ്രവേശിച്ചു. മാരുതി ഇടത്തുകാൽ മുമ്പിൽ വെച്ചു. ധീരനായ മാരുതി രാത്രിയിൽ അകത്ത് കിടന്ന് പൂക്കൾ വിതറിയ രാജധാനിയിൽ കൂടി, രാജപാതയിൽ കൂടി ലങ്കാപുരിയുടെ നേർക്ക് നടന്നെടുത്തു. പത്മാകൃതിയിലും സ്വസ്തികാകൃതിയിലുള്ള വിചിത്രങ്ങളും വെൺമുകിലിനൊത്തവും ശോഭനങ്ങളുമായ രക്ഷോഗ്രഹങ്ങളാൽ ലങ്ക തിളങ്ങി. മധ്യമന്ധമ താരഭൂഷിതങ്ങളും ആയ മോഹന ഗാനങ്ങൾ കേൾക്കാറായി. മഹാത്മാക്കളുടെ ഭവനങ്ങളിൽ നിന്ന് കോണിപ്പടി ഒച്ചയും അരഞ്ഞാണൊലിയും ചിലങ്ക കിലുക്കവും കൈകൊട്ടും പരിഹാസവാക്കുകളും അങ്ങിങ്ങ് കേട്ടു. രാവണസ്തുതികൾ പാടി ഗർജിക്കുന്ന രാക്ഷസന്മാരും രാജമാർഗം തിങ്ങി നിലകൊള്ളുന്ന വലിയ രാക്ഷസേനയും കാണാതായി. തിളങ്ങുന്ന തങ്കം കൊണ്ട് തീർത്ത മതിൽക്കെട്ടോടും മികച്ച മുത്തുകളും രത്നങ്ങളും ചേർത്തിയ മുകൾ പരപ്പോടും കൂടിയതും വിശിഷ്ടമായ കാരകിൽ കൊണ്ടും ചന്ദ്രൻ കൊണ്ടും പൂജ നടത്തുന്നതുമായ രാവണ അന്തപുരത്തിൽ മാരുതി പ്രവേശിച്ചു. അനന്തരം വിണ്ടല നടുവിൽ പാരങ്ങം പൂനിലാവ് പൊഴിച്ചുകൊണ്ട് സൂര്യനെപ്പോലെ തിളങ്ങുന്ന തിങ്കളിനെ ഗോകുലത്തിൽ മത്താർത്ത് കൂത്താടുന്ന കൂറ്റാനെ എന്ന പോലെ ബുദ്ധിമാനായ മാരുതി കണ്ടു. കർണാകാനന്ദകരമായ വീണാനാദം മുഴങ്ങി. കാമികൾ കാന്തനോടൊത്തുറങ്ങി. നർത്തനചരന്മാർ ക്രൂരവൃത്തിയോടെ വേട്ടയാടാൻ തുടങ്ങി. അലറുന്ന വലിയ ആനകളാലും സമ്പൂജിതങ്ങളായ സജ്ജനങ്ങളാലും ചീറുന്ന വീരന്മാരായും ആ പുരി നാഗങ്ങൾ ചീറ്റുന്ന കയം പോലെ ശോഭിച്ചു. കാന്തി കൊണ്ട് തിളങ്ങുന്നവർ, ലജ്ജാവതികൾ, പാതിരയ്ക്ക് പതിയാൽ പരിരംഭിതർ, അത്യന്തം മോദമാർന്നവർ ഇണചേർന്ന് കിളികളെപ്പോലെ കാണായി. മറ്റു ചിലർ മാളികമുകളിൽ പ്രിയന്മാരുടെ അംഗത്തലങ്ങളിൽ ഭർത്തൃസേവാനിരതരായി മദനവേപിതരായിരിക്കുന്നത് ബുദ്ധിമാനായ മാരുതി കണ്ടു. തങ്ങൾക്കിഷ്ടമുള്ള കാമുകരെ പ്രാപിച്ച് അത്യന്തം പ്രീതി പൂണ്ടവരും പൂമാല ചാർത്തിയവരും അത്യന്തം ആനന്ദം പൂണ്ടവരുമായ നാരിമാരെ വാനരവീരൻ വീടുകളിൽ കണ്ടു. സനാതനധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്നവളും രാമദർശന കാംക്ഷിയും മദനപരവശയും ശോഭനമായ ഭർത്തൃമനസ്സിൽ കുടികൊള്ളുന്നവളും വിശിഷ്ട സ്ത്രീയിൽ സദാ വിശിഷ്ടയും വേഹതാപ വീടതയും കണ്ണുനീരിൽ കുളിച്ച കണ്ഠത്തോടുകൂടിയവളും രാമനോടൊത്ത് വാഴുമ്പോൾ കഴുത്തിൽ ഉത്തമ പതക്കം അണിഞ്ഞിരിക്കുന്നവളും നല്ല പീലിയാർന്ന മധുരസ്വരത്തിൽ വനത്തിൽ നൃത്തം ചെയ്യുന്ന മയിൽപ്പേട പോലെയുള്ളവളും തെളിയാത്ത തിങ്കൾക്കല പോലെയും പൊടിപറ്റിയ സ്വർണ്ണ ശകലം കൊണ്ടും മനുജേശ്വരനായ രാമന്റെ പത്നിയുമായ സീതയെ ഏറെ തേടിയിട്ടും ഹനുമാന് കണ്ടുകിട്ടാൻ ആയില്ല. ഒടുവിൽ കവി ലങ്കയിലെ പല നിലകളുള്ള മാളികകളിൽ യഥേഷ്ടം സഞ്ചരിച്ചു. രാവണഗൃഹം നോക്കി കവീന്ദ്രൻ സഞ്ചരിച്ചു. മഹത്തായ അലയൊലി പൊഴിക്കുന്നതും അലങ്കൃതവും ആഴിപോലെ വിശാലവും രത്നമയങ്ങളായ അലങ്കാരങ്ങളാർന്നതും മഹാരത്നങ്ങൾ നിറഞ്ഞതുമായ മഹത്തായ രാവണഭവനം വാനരേന്ദ്രൻ കണ്ടു. പോരിൽ വൈരികൾക്ക് വെല്ലാനാവാത്തതും ഇടിമുഴക്കം പോലെ അലർന്നവരും പൊൻകാപ്പണിഞ്ഞവരുമായ അനേകായിരം പടയാളികളെ അവിടെ കണ്ടു. പൊന്നിൽ പൊതിഞ്ഞ ആദിത്യ സന്നിഭങ്ങളും പല ആകൃതികളുമായ പല്ലക്കുകൾ മാരുതി രാവണാലയത്തിൽ കണ്ടു. സ്വർണ്ണ നിർമ്മിതവും വൈദൂര്യ ഖചിതവുമായ ജനലോടുകൂടിയായും പക്ഷി സമൂഹയുക്തങ്ങളുമായ മന്ദിരനിരകളെ ആ നല്ല മഴക്കാലത്ത് മിന്നലെത്തുടങ്ങുന്ന മുകിൽമാല പോലെ ആ ബലവാൻ കണ്ടു. പലതരം മരങ്ങളുടെ പൂക്കൾ വിതറിയതും പൊടിയണിഞ്ഞ മലമുടി പോലെ ശോഭിക്കുന്നതും വിശിഷ്ട നാരുകളാൽ വിളങ്ങുന്നതും മിന്നൽ കൊണ്ട് മുകിൽ എന്ന പോലെ ശോഭിക്കുന്നതും കാന്തിയേറ്റതും ചേലോട് നിർമ്മിതവും ഉത്തമ ഹംസങ്ങളാൽ വഹിക്കപ്പെടുന്നതും തിങ്ങിയ കാർമുകിൽ പോലെയും ഭാസിക്കുന്നതും വിവിധ രത്നഖചിതവുമായ വിചിത്ര വിമാനം മാരുതി കണ്ടു. വിമാനം സ്ഥിതി ചെയ്യുന്ന ഭൂഭാഗത്തിൽ മലകൾ തീർത്തു. മലമുകളിൽ പൂക്കൾ വളർത്തി. സൗഭാഗ്യപൂർണ്ണവും പുഷ്പകമെന്ന് പേരാർന്നതുമായ മഹാവിമാനം കവി കണ്ടു. അനന്തരം പല ചിന്തകളാർന്നവനും സുശിക്ഷിതനും സന്മാർഗചാരിയുമായ മഹാത്മാവ് ചുറ്റുപാടും നോക്കിയിട്ടും സീതയെ കാണാൻ അതീവ ദുഃഖമാർന്നു.
വിശിഷ്ട ഭവനങ്ങളുടെ നടുക്ക് വിമലവും വിശാലവുമായ ഒരു ശ്രേഷ്ഠ ഭവനം ഹനുമാൻ കണ്ടു. ശ്രീമാൻ മാരുതി ആ രാക്ഷസരാജന്റെ ഭവനത്തിന് സമീപമെത്തി. രാജകന്യകമാരും ആവൃതമായ രാവണഗൃഹം നക്രങ്ങളും മകരങ്ങളും തിമംഗലങ്ങളും മത്സ്യങ്ങളും പന്നകങ്ങളും നിറഞ്ഞ് കാറ്റിലാടിയലയുന്ന കടൽ പോലെ കാണപ്പെട്ടു. അവിടെ ഇരുന്ന് നാനാ ദിക്കുകളിൽ നിന്ന് കവീന്ദ്രൻ പരന്ന ദിവ്യമായ അന്നപാനം മൂർത്ത വായു പോലെ ഹനുമാൻ ആസ്വദിച്ചു. ചുവന്നതും പൊന്നിറമാണ്ടതും സുരഭിലുമായ ചന്ദനം പൂശിയതും തരുണാതി സദൃശവും പല ആകൃതിയിലുള്ള അനേകം വരാന്തകൾ കൊണ്ട് അലങ്കൃതമായ ദിവ്യമായ പുഷ്പവിമാനത്തിൽ കവീന്ദ്രൻ കയറി. ചിറകുകളുടെ ആ ശാന വാനലിലേക്ക് പറക്കുമോ എന്ന് തോന്നും. ഭൂപടം കൊണ്ടും വിചിത്രവും വിസ്തൃതമായ വിരിപ്പ് കണ്ട രാജ്യങ്ങളും ഗ്രഹങ്ങളും ചേർന്ന് വിശാലമായ ഭൂമി പോലെ തോന്നും. ദീപങ്ങളുടെ പ്രകാശം കൊണ്ടും രാവണന്റെ തേജസ് കൊണ്ടും ആഭരണങ്ങളുടെ പ്രഭ കൊണ്ടും ശാലയ്ക്ക് തീപിടിച്ചോ എന്ന് തോന്നിപ്പോയി. പല നിറമാർന്ന വസ്ത്രങ്ങളും മാലകളും അണിഞ്ഞ് പല വേഷഭൂഷകളും ചേർത്ത് വിരിയിൽ കിടക്കുന്ന 1000 വനനാരിമാർ കാണാനായി. രാവണപത്നിമാർ സപത്നികളുടെ മുഖങ്ങളെ രാവണമുഖമെന്ന് നനച്ച് വീണ്ടും വീണ്ടും നോക്കുന്നു. രാവണനിൽ അത്യന്തം ആസക്തകളായ ചില വരസ്ത്രീകൾ സപത്നികളുടെ ചുംബനത്തെ തടയാതെ അവർക്ക് പ്രിയമായത് ചെയ്തു. വേറെ ചിലർ വളയിട്ട കൈകളും ചേലത്ത ചേലകളും തനകളാക്കി കിടന്നിരുന്നു. വസന്തമാസത്തിൽ പൂത്ത വല്ലികൾ കാറ്റേറ്റ് പൂക്കൾ കൂട്ടിമുട്ടിയും തമ്മിൽ മാല കോർത്തുപോലെയും കാണപ്പെട്ടു. ഹനുമാൻ അവിടെയാകെ അന്വേഷിക്കെ ദിവ്യവും സ്ഫടിക നിർമ്മിതവും രത്നാലങ്കൃതവും ദന്തകാഞ്ച ചിത്രാങ്കിതവും വൈഡൂര്യനിർമ്മിതമായ പാദപീഠത്തോടുകൂടിയും വിലയേറിയ വിശിഷ്ട വിരിപ്പ് വിരിച്ചതും ആയ മുഖപര്യംഗം കണ്ടു. അതിൻ്റെ ഒരു ഭാഗത്ത് ദിവ്യമാലോപശോഭിതവും ഉരൂപതി സദൃശവുമായ വെൺകൊറ്റക്കുട കാണായി. അശോകമാല അലങ്കൃതവും തങ്കം പതിച്ചതും തീ പോലെ തിളങ്ങുന്നതുമായ വിശിഷ്ടാസനം കണ്ടു. ചുറ്റും വെൺചാമരം ധരിച്ചവർ നിന്ന് വീശുന്നു. സ്വർണവസ്ത്രധരനും സുരബലമായ ചഞ്ചന്ദനം ചുന്തികൊണ്ട് അന്തിക്ക് ചുവപ്പാർന്ന് മിന്നൽ മിന്നുന്ന കാർമുകിലിനൊത്തവനും ദിവ്യാഭരണാവൃതനും സുന്ദരനും കാമരൂപനും വരാഭരണഭൂഷിതനും രാക്ഷസകന്യകൾക്ക് പ്രിയങ്കരനും രാക്ഷസന്മാർക്ക് സുഖകാരി മധുപാനം കഴിഞ്ഞ് വിളങ്ങുന്ന കട്ടിലിൽ ഗാഠയിന്ദ്രരാധവനുമായ രാക്ഷസരാജനായ രാവണനെ വാനരേന്ദ്രൻ കണ്ടു. ഉത്തമ സ്ത്രീകളാൽ തലോടപ്പെട്ടവ ഉത്തമ ഗന്ധർവമാർന്ന യക്ഷഗന്ധർവ പന്നക ധ്യാനവന്മാരെ കരയിപ്പിക്കുന്ന കൈകൾ മന്ദരത്തിൽ ശയിക്കുന്ന കോപമാർന്ന പാമ്പുകൾ പോലെ കട്ടിലിൽ കിടക്കുന്നത് കവീന്ദ്രൻ കണ്ടു. 4 വശത്തും 4 കനകദീപങ്ങൾ മിന്നൽ കൊണ്ട് മേഘം പോലെ അവന്റെ സർവാംഗങ്ങളും പ്രശോഭിപ്പിക്കുന്നു. അവൻ ആ ഭവനത്തിന് നടുക്കത്തിൽ ലതാഗൃഹങ്ങളിലും ചിത്രഗൃഹങ്ങളിലും നിശാഗൃഹങ്ങളിലും സീതയെ അന്വേഷിച്ചു നടന്നു. മരുത്സുതനായ ഹനുമാൻ ആ വിമാനത്തിൽ നിന്നിറങ്ങി ശോകവിവശനായി ചിന്തയിലാണ്ടു. രാവണന്റെ ഗൃഹങ്ങൾ ചുറ്റും നടന്നു നോക്കിയിട്ടും സീതയെ കാണാൻ വാനരൻ സ്വയം പറഞ്ഞു. രാമകാര്യാർത്ഥം ഞാൻ ലങ്ക ഒട്ടേറെ ചുറ്റി, സർവാംഗസുന്ദരിയായ സീതയെ മാത്രം കാണുന്നില്ലല്ലോ. സീതയെ കണ്ടില്ല എന്ന് താൻ ചെന്ന് പറഞ്ഞാൽ ശ്രീരാമൻ ജീവൻ വെടിയും.
മടങ്ങിപ്പോകാതെ ഞാൻ ഇവിടെ കൂടിയാൽ ധർമാത്മാക്കളായ സഹോദരർ ഇരുവരും വേഗവാന്മാരായ വാനരന്മാരും ആശയാൽ ജീവിതം തുറന്നേക്കും. സീതയെ കണ്ടാതെ മടങ്ങിച്ചെന്നാൽ സകല വാനരന്മാരോടും കൂടി അംഗദൻ മരണമടഞ്ഞ കരുത്തനായ 10 തലയൻ രാവണനെ കൊന്നുകളയാം. സീതയെ അപഹരിച്ചിരിക്കട്ടെ, അതിന് പകരം വീട്ടാനാവുമല്ലോ. അഥവാ ഇവനെ പൊക്കിയെടുത്ത് കടലിന് മീതെ കൂടെ പോയി ആടിനെ അഗ്നിക്കുന്ന പോലെ രാമന് കാഴ്ചവെക്കാം. യശസ്വിനിയായ സീതയെ കണ്ടുകിട്ടാത്ത കാലത്തോളം ഞാൻ ഈ ലങ്കാപുരിയിൽ വീണ്ടും വീണ്ടും തേടും. സമ്പാദ്യവാക്യം വിശ്വസിച്ച് രാമനെ ഇവിടെ കൊണ്ടുവന്നാൽ രാമൻ ഭാര്യയെ കാണാൻ മർക്കടന്മാരെയൊക്കെ ചാമ്പലാക്കും. ഇവിടെ തന്നെ ആഹാരം ചുരുക്കി ഇന്ദ്രിയങ്ങളടക്കി പാർക്കും. ഞാൻ നിമിത്തം ആ നരവാനരന്മാരൊക്കെ മുടിയാനിടയാകില്ല. ഇതാ മാമരങ്ങളിൽ നിന്ന് അശോകവനിക. ഇവിടെ ഞാൻ തേടിയില്ലല്ലോ. ഇതിൽ കയറി നോക്കാം. വസുക്കളെയും രുദ്രന്മാരെയും ആദിത്യന്മാരെയും അശ്വിനികളെയും മരുത്തുക്കളെയും നമസ്കരിച്ചുകൊണ്ട് അരക്കരെ തകർക്കുന്ന ഞാൻ പുറപ്പെടും. ഹനുമാൻ മനസ്സുകൊണ്ട് ആദ്യം ശോഭനമായ അശോകവനികയിലെത്തി. അന്ധകരണീയം എന്ന് മാറി നനച്ചു. മരങ്ങൾ തിങ്ങിയും പുണ്യകരവും വൃത്തിയാക്കപ്പെട്ടവുമായ അശോകവനികയിൽ അരക്കർ വളരെ പേർ കാണും. തെല്ലിട ചിന്തയിലാണ്ട് സീതയെ ധ്യാനിച്ച് ആ മഹാതേജസ്വി രാവണഗ്രഹത്തിൻ്റെ മതിൽ നിന്ന് അശോകവനിയുടെ മതിൽക്കലേക്ക് ചാടി. മതിലെത്തിയ വർക്കടവീരൻ മെയ്യാകെ കോൾമയിൽ കൊണ്ടു. വസന്താരംഭത്തിൽ പൂത്ത പലതരം മരങ്ങൾ കണ്ടു. പറന്നുയരുന്ന പക്ഷിക്കൂട്ടങ്ങളുടെ ചിറകടിയെ കാറ്റേറ്റ് പലതരത്തിലുള്ള മരങ്ങൾ പൂമഴ പൊഴിച്ചു. എല്ലാ ദിക്കിലും ഓടിയേർക്കുന്ന മരക്കൊമ്പിലെ മർക്കടനെ കണ്ട് സകല ജന്തുക്കളും വസന്തമെന്ന് നനച്ചു. അത് അവിടെ ഇലതിങ്ങിയ ശിംശുഭാവൃക്ഷത്തിൽ കയറി ഹനുമാൻ നനച്ചു. രാമദർശന ലാലസ്യായ വൈദേഹിയെ ഞാൻ എതിർച്ചയായി ഇവിടെ ഇരുന്ന് കാണും തീർച്ച. രാമചിന്തയാൽ സംതൃപ്തിയും ഈ വനം പരിചയമുള്ളവളുമായ ആ മാൻമിഴിയാൽ ഇന്നിവിടെ വന്നേക്കും. രാമന്റെ പ്രിയപത്നിയായ ആ ശോഭനയ്ക്ക് അനുരൂപമായ സ്ഥാനമാണ് ഈ അശോകവനിക. അവൻ അവിടെ ഇരുന്ന് സീതയെ തേടി ഭൂമിയിലെങ്ങും ഉറ്റുനോക്കി. തെരുതെരെ വന്ന് വീഴുന്ന പക്ഷികളാകുന്ന പുഷ്പമാലകൾ ചൂടിയ മരങ്ങളെ ഇലയില്ലാത്തവാക്കുന്നോ എന്ന് തോന്നും. അടിമുടി പൂത്തുലഞ്ഞ് ശോകം നശിപ്പിക്കുന്ന അശോകങ്ങൾ പുഷ്പഭാരം കൊണ്ട് കുനിഞ്ഞ് ഭൂമിയെ സ്പർശിക്കുന്നുവോ എന്ന് തോന്നും. പൂക്കൾ മൂടിയ കണിക്കൊന്നകൾ കൊണ്ടും പൂത്തുലഞ്ഞ പിലാശുക്കൾ കൊണ്ടും ആ ദേശം അവയുടെ പ്രഭയാൽ എങ്ങും തിളങ്ങം പോലെ കാണായി. മലിനവസ്ത്രം ധരിച്ച് രാക്ഷസ്ത്രീകളാൽ ചുഴപ്പെട്ട് ഉപവാസം കൊണ്ട് ശോഷിച്ച് ദീനയായി അടിക്കടിക്ക് നെടുവേർപ്പെടുന്ന നിർമ്മലയായ ഒരുവളെ ശുക്ലപക്ഷത്തിൻ്റെ തുടക്കത്തിലെ ചന്ദ്രരേഖ പോലെ അവൻ കണ്ടു. രൂപം കൊണ്ട് തിളങ്ങുന്ന അവളുടെ കാന്തി അറിഞ്ഞോളാൻ വലിയ പണി. പുക കൊണ്ട് മൂടിയ നിശിഖ പോലെയാണവൾ. പഴകിയൊരു മഞ്ഞപ്പട്ട് മാത്രം ധരിച്ചിട്ടുണ്ട്. താമരയില്ലാത്ത പൊയ്ക പോലെ ആഭരണങ്ങളൊന്നുമില്ല. മെയ്യിൽ അഴുക്ക് പുരണ്ടിട്ടുണ്ട്. തപകൃഷിയായ അവൾ ചൊവ്വാഗ്രഹത്താൽ ബാധിക്കപ്പെട്ട രോഹിണിയെപ്പോലെ പീഡിതയാണ്. മുഖം കണ്ണീരിൽ കുളിച്ചിരിക്കുന്നു. ദീനയും ഉപവാസ കൃഷിയുമാണവൾ. ചിന്താവ്യാകുല, സദാ അടലിൽ മുങ്ങിയവൾ. ഏകവേണിയായവൾ. ശരത്കാലത്ത് നിരതയാൽ ഭൂമി എന്ന പോലെ അവൾ കാണായി. സുഖാർഹ ദുഃഖ സംതൃപ്ത, അല്ലലെന്തെന്ന് ഇതിനും പറഞ്ഞിട്ടില്ലാത്തവൾ. വല്ലാതെ മെലിഞ്ഞ് അഴുക്കുവരണ്ട ആ വിശാലാക്ഷിയെ കണ്ടിട്ട് തക്കതായ കാരണങ്ങൾ കൊണ്ട് അത് സീത തന്നെ എന്ന് ഹനുമാൻ ഊഹിച്ചു. തിങ്കൾ നേർമുഖി സുപ്രൂ ചാരുവൃത്ത പയോധര, പ്രയാൽ സർവദിക്കുകളെയും പ്രകാശമാനമാക്കുന്ന ദേവി. അവൾ ചേറുപുരണ്ടവൾ, ദുഃഖിത, അലങ്കാരാർഹെങ്കിലും അലങ്കാരമില്ലാത്തവൾ, കാർമുകിലിൽപ്പെട്ട ചന്ദ്രപ്രഭ പോലെയുള്ളവൾ. ഇപ്രകാരമുള്ള സീതയെ കണ്ടിട്ട് ഹനുമാന്റെ ബുദ്ധി അഭ്യാസമില്ല ശിഥിലമായ വ്യഥ പോലെ സംശയത്തിലാണ്ടു.
പുറപ്പെടുന്ന സമയത്ത് രാമൻ പറഞ്ഞ സീതയുടെ ആഭരണങ്ങൾ അതത് അവയവങ്ങളെ ശോഭിച്ചുകൊണ്ടിരിക്കുന്നത് ഹനുമാൻ കണ്ടു. ഈ ദേവിയുടെ രൂപവും അംഗപ്രത്യംഗ കാന്തിയും അമ്മട്ട് തന്നെയാണ് രാമൻ്റെയും. അതിനാൽ ഈ കരിമിടിയാൾ രാമൻ്റെ ആൾ തന്നെ. ഈ ദേവിയുടെ മനം രാമൻ്റെ മനസ്സിലും രാമൻ്റെ മനം ഇവളിലും ഉറച്ചിരിക്കുന്നു. അതിനാലാണ് ഇവൾ ഇപ്പോഴും ജീവനോടെയിരിക്കുന്നത്. ഇങ്ങനെ സീതയെ കണ്ടെത്തിയ മരുത്സുതൻ സന്തോഷത്തോടെ മനസ്സാൽ അദ്ദേഹത്തെ പ്രാപിക്കുകയും ചെയ്തു. ശ്ലാഘ്യയായ സീതയെയും ഗുണാഭിരാമനായ രാമനെയും സ്തുതിശേഷം ആ വാനരേന്ദ്രൻ വീണ്ടും ചിന്തയിലാണ്ടു. ലോകകാന്തയായ സ്ത്രീയെപ്പോലുള്ള നവകനകവർണ്ണയുമായ ഇവളെ കണ്ട് ഹനുമാൻ മനസാ രാമനെ പ്രമിച്ചു. ഈ വിശാലാക്ഷിക്ക് വേണ്ടി മഹാബലനായ ബാലി കൊല്ലപ്പെട്ടു. വീര്യത്തിൽ രാവണന് സമായ കബന്ധൻ വീഴ്ത്തപ്പെട്ടു. വിരാധനെ കൊന്നു. ഖരൻ, ത്രിശിരസ്, ദൂഷണൻ എന്നിവരെയെല്ലാം രാമൻ പോരിൽ വധിച്ചു. സുഗ്രീവനെ നേടി. ഫലമൂലങ്ങൾക്ക് തൃപ്തിയാണ്ട് ഭർത്തൃശുശ്രൂഷണ തൽപരയായി ഇവൾ വനത്തിൽ വീട്ടിലെന്ന പോലെ തികഞ്ഞ പ്രീതി പൂണ്ട് സുധാ സുഷ്മിത ഭാഷണിയും കനകവർണ്ണയും ആപത്തുകൾ അർഹിക്കാത്തവളും ഇവൾ ഈ യാതനകൾ സഹിക്കുന്നുവല്ലോ. സദ്ഗുണസമ്പന്നയും രാവണനാൽ പീഡിതയാക്കപ്പെട്ടുമായ ഇവളെ ദാഹിച്ചു വലഞ്ഞവൻ തണ്ണീർ പന്തലിലെന്ന പോലെ രാമൻ കാണാൻ കൊതിക്കുന്നു. നാരിക്ക് ഭൂഷണത്തേക്കാൾ പരംശോഭനം ഭർത്താവ് തന്നെ. ശോഭനാർഹയായ ഇവൾ അവനെ പിരികയാൽ ശോഭിക്കുന്നില്ല. ഇവളെ പിരിഞ്ഞ രാമൻ തൻ്റെ ദേഹം നിലനിർത്തുന്നു. ദുഃഖം കൊണ്ട് തളരുന്നില്ല എന്ന് ദുഷ്കരമായ കാര്യം തന്നെ. അങ്ങനെ ഹനുമാൻ നോക്കിയിരിക്കെ ആ രാത്രി മിക്കവാറും കഴിയായി. അപ്പോഴാണ് രാവണന്റെ ആഗമനം. സാധ്യയായ സീത രാവണനെ കണ്ട് കൊടുങ്കാറ്റകപ്പെട്ട വാഴ പോലെ വിറകൊണ്ടു. ഊരുക്കൾ കൊണ്ട് ഉദരവും കൈകൾ കൊണ്ട് പയോധരവങ്ങളും മറച്ച് കരഞ്ഞും കൊണ്ട് ആ സുവർണിനി സ്ഥിതി ചെയ്തു. സീതയെ കണ്ട് രാവണൻ സീതയ്ക്ക് തൻ്റെ വശംവദയാകുവാൻ വേണ്ടി 2 മാസത്തെ സമയം അനുവദിച്ചു. ഇത് കേട്ട് വിവശയായ സീതയുടെ മുന്നിലേക്ക് താൻ കടന്നു ചെന്നാൽ രാമനെ സാധിച്ചാൽ താൻ രാവണൻ ദൂതനായ വേഷം മാറിയ ഒരു രാക്ഷസനാണെന്ന് സീത കരുതും എന്ന് കരുതി രാവണൻ ആ ശിംശിബാവൃക്ഷത്തിൻ്റെ ഹനുമാൻ ആ ശിംശിബാവൃക്ഷത്തിൻ്റെ മുകളിൽ ഇരുന്നു കൊണ്ട് തന്നെ ശ്രീരാമചന്ദ്രൻ്റെ കഥാകഥനം ദശരഥൻ്റെ പുത്രകാമേഷ്ടി യാഗം മുതൽ വർണ്ണിച്ച് താൻ സമുദ്രമഥനം നടത്തി ഇവിടെ എത്തിയതുവരെയുള്ള എല്ലാ കഥകളും അവിടെ ഇരുന്ന് പാടി. ഇത് കേട്ട സീത ധന്യയായി. ഈ പറയുന്ന വ്യക്തി ആരായാലും തൻ്റെ മുന്നിലേക്ക് വരണം എന്നാവശ്യപ്പെട്ടു. ശിംശിബാവൃക്ഷത്തിൽ മറഞ്ഞിരുന്ന ഹനുമാൻ ഉടനെ സീതയുടെ മുന്നിലെത്തി പ്രണമിച്ചു. സീതയെ പ്രണമിച്ച് താൻ ശ്രീരാമചന്ദ്രൻ്റെ ദൂതനായി എത്തിയതാണെന്നും അദ്ദേഹം കൊടുത്തിരിക്കുന്ന അടയാള മോതിരം സീതയെ ഏൽപ്പിക്കുകയും ചെയ്തു. വളരെ സന്തോഷിച്ച സീത അടയാളവാക്യവും ഒപ്പം തൻ്റെ ചൂടാമണിയും ശ്രീരാമചന്ദ്രന് നൽകുവാനായി ഹനുമാനെ ഏൽപ്പിച്ചു. അടയാളവാക്യമായി പറഞ്ഞത് താൻ പണ്ട് ശ്രീരാമനോടൊത്ത് സഞ്ചരിച്ചപ്പോൾ ഉച്ചസമയത്ത് ശ്രീരാമചന്ദ്രന് ഉറക്കം വന്നപ്പോൾ വനത്തിൽ ശ്രീരാമചന്ദ്രൻ സീതയുടെ മടിയിൽ തലവെച്ചുകൊണ്ട് കിടന്നുറങ്ങി. പെട്ടെന്ന് സീതയെ കണ്ട ദേവേന്ദ്രപുത്രനായ ജയന്തൻ കാക്കയുടെ രൂപം കൊണ്ട് സീതയുടെ തുടകളിൽ ആഞ്ഞു കൊത്തുവാൻ തുടങ്ങി.
ചോര വമിച്ചിട്ടും തൻ്റെ ഭർത്താവ് ഉറങ്ങുകയാണ്, അദ്ദേഹത്തെ ഉണർത്തരുതെന്ന് കരുതി സീത അനങ്ങാതെയിരുന്നു. ഒടുവിൽ ശ്രീരാമചന്ദ്രൻ ഉണർന്നപ്പോൾ കാക്കയുടെ കൊത്തുകൊണ്ട് ഇരിക്കുന്ന സീതയെയാണ് കണ്ടത്. കോപം വന്ന ശ്രീരാമചന്ദ്രൻ ജയന്തനെ വധിക്കുവാനായി രാമബാണം തൊടുത്തു. മറുപടിയില്ലാത്ത രാമബാണത്തിൽ നിന്ന് രക്ഷ തേടുവാനായി ഇന്ദ്രൻ്റെ അടുക്കലും ബ്രഹ്മാവിൻ്റെ അടുക്കലും ശിവൻ്റെ അടുക്കലും എല്ലായിടത്തും ഓടിച്ചെന്നെങ്കിലും ആർക്കും രക്ഷിക്കുവാൻ കഴിയാതെ ജയന്തൻ വീണ്ടും സീതാപാദത്തിൽ വന്ന് വീഴുകയാണ് ചെയ്തത്. രാമബാണത്തിന് ലക്ഷ്യം വേണം എന്ന് പറഞ്ഞ രാമൻ ഒടുവിൽ ജയന്തൻ്റെ ഒരു കണ്ണ് പൊട്ടിപ്പോകട്ടെ എന്ന് ദുഷ്ടമായ നോട്ടം ദേവീതുല്യായ സീതയുടെ നേർക്ക് നോക്കിയ കാകനായി ഒരു കണ്ണുകൊണ്ട് നോക്കിയ ജയന്തൻ്റെ ഒരു കണ്ണ് പൊട്ടിപ്പോകട്ടെ എന്ന് ശ്രീരാമചന്ദ്രൻ വിധിച്ചു. ആ ബാണം കണ്ണിൽ കൊള്ളുകയും ജയന്തൻ്റെ ഒരു കണ്ണ് നശിക്കുകയും ചെയ്തു. ഈ കഥ തനിക്കും രാമനുമല്ലാതെ മറ്റാർക്കും അറിയില്ല. അതുകൊണ്ട് ഇത് അടയാളവാക്യമായി പറയൂ. അപ്പോൾ അങ്ങ് കണ്ടത് സീതയെ തന്നെയാണെന്ന് രാമനും മനസ്സിലാകും. ഒപ്പം ഈ ചൂടാമണിയും കൊടുക്കൂ എന്ന് പറഞ്ഞ് ചൂടാമണി കൊടുത്തു. ഇനിയും നേരം പുലരാൻ കുറച്ച് സമയം കൂടി ബാക്കിയുണ്ട്. താൻ വന്നിട്ട് പോയി അവിടെ ചെന്ന് കഴിയുമ്പോൾ ശ്രീരാമചന്ദ്രൻ തന്നോട് ചോദിക്കുകയാണ്, സീതയെ കണ്ടു, സീതയെ തന്നെ കണ്ടു, കൃത്യമാണ്. അടയാളവാക്യം ചൂടാമണിയും ഒക്കെ കൃത്യമാണ്. രാവണന് എത്രമാത്രം സൈന്യമുണ്ട്, രാവണൻ്റെ സൈന്യബലം എന്താണ് എന്ന് ചോദിച്ചാൽ തനിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. അപ്പം അതുകൂടി അറിഞ്ഞിട്ട് വേണം തിരിച്ചു പോകാൻ. അതിനായി ഇപ്പോൾ എന്ത് ചെയ്യും? അതിനായി ഹനുമാൻ ഒരു സൂത്രം പ്രയോഗിച്ചു. അശോകവനിക്ക് ചുറ്റും ഒരുപാട് രാക്ഷസർ കാവൽ നിൽക്കുന്നുണ്ട്. ഇവരെ എല്ലാവരെയും ഉണർത്തിക്കഴിഞ്ഞാൽ തനിക്ക് രാവണൻ്റെ സൈന്യബലം തിരിച്ചറിയാൻ കഴിയും. അശോകവനി തല്ലിത്തകർക്കുവാൻ, വൃക്ഷങ്ങളെല്ലാം തല്ലിത്തകർക്കുവാൻ തുടങ്ങി ഹനുമാൻ. തല്ലിത്തകർക്കാൻ തുടങ്ങിയ ശബ്ദം കേട്ട് രാക്ഷസന്മാർ ഒത്തുചേർന്നു ഹനുമാനെ ആക്രമിച്ചു. ഹനുമാൻ വൻ മരങ്ങൾ പിഴുതെറിഞ്ഞ് എല്ലാവരെയും തല്ലിക്കൊന്നു. ഇതറിഞ്ഞ് ഭയചകിതരായ രാക്ഷസന്മാർ കുറച്ച് പേർ ഓടിച്ചെന്ന് രാവണൻ്റെ അടുത്ത് പറഞ്ഞു. രാവണൻ ഉടനെ യുദ്ധത്തിനിറങ്ങിയപ്പോൾ ഉടൻ രാവണൻ്റെ പുത്രൻ അക്ഷകുമാരൻ പിതാവിനെ തടഞ്ഞു. ഞാൻ ആ വാനരനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരാം. അക്ഷകുമാരൻ സൈന്യത്തോടുകൂടി ഹനുമാന്റെ മുമ്പിലെത്തി. എന്നാൽ അക്ഷകുമാരനെയും സൈന്യത്തെയും ക്ഷണനേരം കൊണ്ട് ഹനുമാൻ വധിച്ചു. തൻ്റെ പുത്രൻ ആ വാനരൻ വധിക്കപ്പെട്ടു എന്ന് കേട്ട് കോപം പൂണ്ട രാവണൻ വീണ്ടും ഇറങ്ങിയപ്പോൾ തൻ്റെ മുത്തപുത്രനായ ഇന്ദ്രജിത്ത് പിതാവിനെ തടഞ്ഞു. ഞാൻ പോയി അവനെ പിടിച്ചു കെട്ടി അങ്ങയുടെ മുമ്പിൽ കൊണ്ടുവരാം. ഇന്ദ്രജിത്ത് ചെന്നു. സൈന്യത്തെ മുഴുവൻ ഹനുമാൻ നിമിഷനേരം കൊണ്ട് കൊന്നൊടുക്കി. ഉടനെ ഇന്ദ്രജിത്ത് ഹനുമാന് നേരെ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. ഉടനെ ഹനുമാൻ ചിരിച്ചുകൊണ്ട് ബ്രഹ്മാസ്ത്രത്തെ നമിച്ചുകൊണ്ട് മനസ്സിലോർത്തു, ബ്രഹ്മാവ് തനിക്ക് വരം നൽകിയിട്ടുണ്ട്, ബ്രഹ്മാസ്ത്രം നിന്നെ മുറിവേൽപ്പിക്കുകയില്ല. പക്ഷേ ബ്രഹ്മാസ്ത്രത്തിനു മുന്നിൽ നമിച്ച് വശപ്പെട്ടു കഴിഞ്ഞാൽ തനിക്ക് രാവണ രാജധാനിയിൽ എത്തുവാനും രാവണനെ കാണുവാനും കഴിയും എന്ന് ഹനുമാൻ സ്വയം മനസ്സിലാലോചിച്ചു. തത്വവശാൽ നോക്കിയാലും ബ്രഹ്മത്തെ കണ്ടവനെന്ത് ബ്രഹ്മാസ്ത്രം, മറ്റൊന്നും അവനെ മോഹിപ്പിക്കുകയില്ല. ഒന്നിനും അവനെ മോഹിപ്പിക്കാൻ കഴിയുകയില്ല. ബ്രഹ്മത്തെ നേരിട്ട് കണ്ടു കഴിഞ്ഞു. അശോകവനിയിൽ ഇരിക്കുന്ന സീതയെ കണ്ടു കഴിഞ്ഞു ഹനുമാൻ. ബ്രഹ്മാസ്ത്രത്തിന് പോലും മോഹിപ്പിക്കാൻ കഴിയാത്ത ഹനുമാൻ നേരെ രാവണ രാജധാനിയിലെത്തി. രാവണ രാജധാനിയിലെത്തിയ രാവണൻ ഹനുമാനെ ഉടനെ വധിക്കണമെന്ന് രാവണൻ പറഞ്ഞപ്പോൾ സഹോദരനായ വിഭീഷണൻ പറഞ്ഞു, ദൂതനെ വധിക്കുന്നത് നന്നല്ല. വാനരന് ഏറ്റവും പ്രധാനമായുള്ള ശൗര്യം അവൻ്റെ വാലാണ്.
അന്നിന്റെ വാലിൽ തുണി ചെറ്റി തീ കൊളുത്തുക എന്ന്. വിഭീഷണ വാക്യം കേട്ട് എല്ലാവരും കൂടി വാനരനായ ഹനുമാന്റെ വാലിൽ തുണി ചുറ്റുകയും എണ്ണയൊഴിച്ച് അഗ്നി ജ്വലിപ്പിക്കുകയും ചെയ്തു. ഉടൻ ബ്രഹ്മാസ്ത്ര വിമോചിതനായ ഹനുമാൻ എടുത്തു ചാടി ഓരോ കൊട്ടാരങ്ങൾക്ക് മുകളിലും കയറിയിരുന്നു. വാലെവിടെയൊക്കെ മുട്ടിയോ ആ കൊട്ടാരങ്ങളെല്ലാം അഗ്നിക്കിരയായി. പൂർണ്ണമായും ചുറ്റിനും അഗ്നിയും പുകയും കൊണ്ട് വമിച്ച് ആർക്കും ഒന്നും കാണാൻ വയ്യാതായി. ഇന്ദ്രജിത്ത് വീണ്ടും ഹനുമാനെ ബന്ധിക്കുവാൻ ശ്രമിച്ചെങ്കിലും ഒന്നിനും കഴിഞ്ഞില്ല. ആർക്കുമൊന്നും ചെയ്യാൻ കഴിയാതെ ഹനുമാൻ മൊത്തം ലങ്കയെ മുഴുവൻ ചുട്ട് കരിച്ചുകൊണ്ട് അവിടെ മുഴുവൻ ആർത്തന സ്ത്രീകളുടെയും കുട്ടികളുടെയും ഗർഭിണികളുടെയും രാക്ഷസന്മാരുടെയും എല്ലാം ആർത്തനാദം ഉയരുന്നത് കേട്ടുകൊണ്ട് നേരെ സമുദ്രത്തിലേക്കെടുത്ത് ചാടി തൻ്റെ വാലിലെ തീ കെടുത്തിയ ശേഷം വീണ്ടും സീതാമാതാവിൻ്റെ മുമ്പിലെത്തി നമസ്കരിച്ച് അമ്മയുടെ അനുവാദം വാങ്ങി നേരെ ചാടി മഹേന്ദ്രപർവ്വതത്തിൽ കാത്തിരുന്ന വാനരന്മാരുടെ മുമ്പിലേക്ക് എത്തിച്ചേർന്നു. അവിടെ എത്തി എല്ലാവരും കൂടി ഹനുമാനെ സ്വീകരിച്ചുകൊണ്ട് നേരെ സുഗ്രീവനെ കണ്ട് വിവരമറിയിക്കുവാനായി യാത്രയായി. യാത്രയിൽ സുഗ്രീവന്റെ മനോഹരമായ ഉദ്യാനത്തിൽ കയറി അവിടെയുണ്ടായിരുന്ന പഴങ്ങളെല്ലാം അടിച്ചു പറിച്ച് തിന്നുവാൻ തുടങ്ങി. സുഗ്രീവൻ പാലിച്ചിരുന്ന വനത്തിൽ ഹനുമാൻ, അംഗദൻ തുടങ്ങിയ വാനരന്മാർ പ്രവേശിച്ച് തച്ചൊടിച്ച് പഴങ്ങൾ തിന്നുന്നു എന്ന വാർത്ത സുഗ്രീവന്റെ കാതുകളിലെത്തിയപ്പോൾ സുഗ്രീവൻ പറഞ്ഞു, അവർ സീതയെ കണ്ടിരിക്കുന്നു മഹാരാജാവേ. രാമനോട് ഉണർത്തിച്ചു. അവർ സീതയെ കണ്ടു. അതുകൊണ്ടാണവർ, സന്തോഷം കൊണ്ടാണവർ തൻ്റെ പൂങ്കാവനത്തിൽ പ്രവേശിച്ച് ഫലപുഷ്പങ്ങൾ തിന്നുന്നത് എന്ന് മനസ്സിലാക്കി സുഗ്രീവൻ പറഞ്ഞു. തുടർന്ന് ഹനുമാൻ രാമസന്നിധിയിലെത്തുന്നു. താൻ മാതാവിനെ കണ്ടു എന്ന വിവരം ശ്രീരാമചന്ദ്രനെ അറിയിക്കുന്നു. ശ്രീരാമചന്ദ്രൻ തുടർന്ന് സീതാ പരിഗ്രഹണത്തിനായി വീണ്ടും ലങ്കയിലേക്ക് പുറപ്പെടുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതോടുകൂടി സുന്ദരകാന്ഡം സമാപിക്കുകയാണ്. ഇനി തുടർന്ന് ലങ്കയിലേക്കുള്ള യാത്രയും തുടർന്ന് രാമരാവണ യുദ്ധവും എല്ലാമാണ്. അതൊക്കെ നമുക്ക് പിന്നീട് യുദ്ധകാന്ഡത്തിൽ വർണ്ണിക്കാം. സുന്ദരകാന്ഡം ഇവിടെ സമാപിക്കുന്നു. മനോഹരമായ ഒരു ജീവന്റെ ബ്രഹ്മത്തെ തേടിയുള്ള യാത്രയാണ് സുന്ദരകാന്ഡം. അത് മനോഹരമായി ഹനുമാനായി ചേർന്ന് കേൾക്കുക. എല്ലാ ദുഃഖങ്ങളും, ഹനുമാൻ വരുന്ന ഓരോ തടസ്സങ്ങളും ഹനുമാൻ എങ്ങനെ തരണം ചെയ്യുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ വളരെ ഉത്തമമായ സുന്ദരകാന്ഡം എന്ന ഒരൊറ്റ അധ്യായം കൊണ്ട് തന്നെ രാമായണം മുഴുവൻ വായിച്ച ഫലം കിട്ടുന്ന ഒന്നാണ് സുന്ദരകാന്ഡം. തൽക്കാലം ഇവിടെ നിർത്തുന്നു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ജയ ജയ ശ്രീ മഹാദേവിയേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹര നമ പാർവതീപതയേ. ഹര ഹര മഹാദേവ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ജയ ജയ ശ്രീ മഹാദേവിയേ നമഃ. ഹരേ രാമ.